ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് അടിപൊളി സിംപിളി ഒരു പൊറോട്ട ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു കപ്പ് മാവ് എടുത്തിട്ടുണ്ട്. മൈദമാവ് നമ്മൾ പാത്രത്തിലിട്ട ശേഷം കുറച്ച് ഉപ്പ്, മാവിന് ആവശ്യമുള്ള ഉപ്പും കുറച്ച് പഞ്ചസാരയും ഇട്ടിട്ട് ഒരു സ്പൂൺ 1.5 സ്പൂൺ പഞ്ചസാര, ഒരു കപ്പ് മാവിനാണ് 1.5 സ്പൂൺ പഞ്ചസാര എടുത്തിട്ടിട്ട് ഒരു പാത്രത്തിൽ വെള്ളം, അത് മാവ് നമ്മൾ ബൂരിക്കൊക്കെ പരത്തില്ല, ആ ഒരു മയം വരുന്ന വരെയും നന്നായിട്ട് കുഴച്ചെടുക്കണം. വെള്ളം ഒരുപാട് കൂടാൻ പാടില്ല, ആവശ്യത്തിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേണം നന്നായിട്ട് പൊറോട്ട മാവ് കുഴയ്ക്കണം. കുഴയിലാണ് ഏറ്റവും നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല ടേസ്റ്റുള്ള പൊറോട്ട നമുക്ക് കിട്ടുള്ളൂ. നന്നായിട്ട് കുഴച്ച് ഒരു എല്ലാ മാവും കൂടെ ഒന്നായിട്ട് ഈ രൂപത്തിലാവണം. ഇതായിട്ട് നമ്മളിനി അതിനെ നന്നായിട്ട് അവിടെയൊക്കെ തുടച്ച് വിട്ടിട്ട് ശേഷം നമ്മൾ മാവിട്ടിട്ട് നന്നായിട്ട് കുഴയ്ക്കണം, നല്ല അടിക്കണം. പൊറോട്ട അടിച്ച് കുഴച്ച് പരത്തി ഇതാക്കിയാൽ നല്ല സോഫ്റ്റുള്ള, ഹാർഡ് ഉണ്ടാവില്ല, പിച്ചുമ്പോൾ തന്നെ അത്രയ്ക്കും സോഫ്റ്റായിട്ടുള്ള പൊറോട്ട നമുക്ക് കിട്ടുള്ളൂ. അത് നന്നായിട്ട് കുഴച്ച് ഒരു മണിക്കൂർ നമ്മൾ പാത്രത്തിലിട്ടിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒരു നനഞ്ഞ തുണി കൊണ്ടിട്ട് മൂടി മാറ്റി വയ്ക്കണം. ഇതിൽ മുട്ടയൊന്നും ചേർക്കണില്ല, മുട്ടേൻ്റെ ഒന്നും ആവശ്യമേ ഇല്ലാതെ നമുക്ക് അടിപൊളിയായിട്ട് പൊറോട്ട നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. എല്ലാവർക്കും അതൊരു എളുപ്പ വഴിയിൽ എങ്ങനെയാണ് മാവ് പരത്തണം എന്നതാണ് ഞാൻ പറഞ്ഞത്. എല്ലാവർക്കും പൊറോട്ട അടിക്കാൻ കിട്ടാത്തൊരു രീതിയാണ്. അപ്പോൾ ആദ്യം ഒരു മാവെടുത്ത് കുറച്ച് മൈദമാവ് വെച്ചിട്ട് നമ്മൾ ഫുള്ളും പരത്തിയെടുക്കണം. അപ്പോൾ ഒട്ടില്ല, ചിലവർ കൈയോടെ പരത്തും, അപ്പോൾ കിട്ടില്ല. അപ്പോൾ മൈദമാവ് എടുത്തിട്ട് നന്നായിട്ട് മൈദമാവ് ഇട്ടിട്ട് വേണം പരത്താൻ. അപ്പോൾ പുതിയതായി പൊറോട്ട ഉണ്ടാക്കുന്നവർക്ക് അടിക്കണം. എന്നിട്ട് അത് കുറച്ച് കയ്യിൽ എണ്ണയാക്കിയിട്ട് ഒരു കൈ മേലെയും ഒരു കൈ താഴെയും പിടിച്ചിട്ട് ഇങ്ങനെ മാറ്റി ചുറ്റി അടിക്കണം. അപ്പോൾ തന്നെയാണ് നല്ല പൊറോട്ട, അതായത് മേലൊരു കൈ താഴെ ഒരു കൈ വെച്ചിട്ട് ഇങ്ങനെ മാറ്റി അടിക്കുമ്പോൾ നല്ല രൂപത്തിൽ തന്നെ നമുക്ക് അടിച്ച് ഇങ്ങനെ റോള് കിട്ടും. എന്നിട്ട് നമ്മളതിന് ചുറ്റിയിട്ട് മേലെ കുറച്ച് എണ്ണ തവിട് ഒരു മണിക്കൂർ കൂടി പിന്നെയും വെക്കണം. ഒരു മണിക്കൂർ കൂടി വെച്ചാലേ നല്ല സോഫ്റ്റോളൂ. നമ്മളിങ്ങനെ പരത്തിയതാക്കാം. അങ്ങനെ നമ്മളിതാ പരത്തി 1 മണിക്കൂർ കഴിഞ്ഞ ശേഷം എടുത്തതുണ്ട്. അത് നമ്മൾ പരത്തി ഒരു കല്ല് നമ്മൾ വെച്ചിട്ടുണ്ട്, അതിലേക്ക് ചുട്ടെടുക്കാൻ പോവാണ്. ഒരുപാട് എണ്ണയൊന്നും ആവശ്യമില്ല, ആവശ്യത്തിനുള്ള എണ്ണ മാത്രം മതി. നമ്മൾ പാനിൽ വെച്ചിട്ട് അതിലേക്ക് പൊറോട്ട പരത്തിയിട്ടിട്ട് ആദ്യമായിട്ട് 2 മിനിറ്റ് കഴിഞ്ഞ് അപ്പം തിരിച്ചിടണം. എന്നിട്ട് ഓയിൽ ഒഴിച്ചിട്ട് മറിച്ചിടാം. കരിയാൻ പാടില്ല, ഹൈ ഫ്ലെയിമിലും വെക്കാൻ പാടില്ല, തീ കമ്മി ഇതിൽ വെച്ചിട്ട് തിരിച്ചിട്ടിട്ട് തന്നെ പൊറോട്ട നമ്മൾ ചുട്ടെടുക്കുക. പിന്നെ ഞാൻ ഒന്നുകൂടി പരത്തി അതിനും ചുട്ടെടുക്കുകയാണ്. അതും ചുട്ടെടുത്തിട്ട് ഒരു 2-3 ആയ ശേഷം നമ്മൾ അടിക്കുമ്പോൾ നമുക്ക് കൈ ചൂടും നിൽക്കും, വേഗം ആവും ചെയ്യും. ഓരോന്നായിട്ട് തല്ലാൻ നിൽക്കാൻ പാടില്ല പൊറോട്ട എപ്പോഴുമേ. അപ്പോൾ നമ്മളത് ഒരു 5-6 ചുട്ട് വെച്ചിട്ടുണ്ട്. 5-6 ചുട്ട് വെച്ചിട്ട് ആ ചൂടോടെ തന്നെ 2 കൈയും വെച്ചിട്ട് നന്നായിട്ട് അടിക്കും. ഇങ്ങനെ തട്ടുമ്പോൾ തന്നെ പൊറോട്ട സോഫ്റ്റ് ആയതുകൊണ്ട് കണ്ടാലേ അറിയണ്ട എങ്ങനെ വന്നിട്ടുണ്ട് പൊറോട്ട. അടിപൊളിയായിട്ട് പൊറോട്ട നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം, നല്ല സോഫ്റ്റ് ആയിരിക്കും. അത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ചിക്കൻ കറിക്കൊക്കെ പൊറോട്ട വെച്ച് കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. മറക്കാതെ എല്ലാവരും വീഡിയോ കാണാൻ ട്രൈ ചെയ്യുക.